അപ്പൊ ആ വീട്ടിലെ ആൾക്കാർക്കൊക്കെ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റെപ്പ് പോയി, നമ്മൾ അത് കാരണം കയറിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ പോവാനൊന്നും ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ജോലിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ മുകളിൽ ഫുള്ള് മാങ്ങുണ്ട്. അവിടെ കല്യാണ പരിപാടിയാണ് ഗൈസ് ഞങ്ങള് അരപ്പട്ട മേടിക്കാൻ പോവാണ്, പിന്നെ ചായ കുടിക്കണം. അവിടെ കല്യാണ വീട്ടിലെ ആൾക്കാരും ബഹളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ചായയും കുടിച്ച് മഴയും കൊണ്ടിരിക്കുക. ഗൈസ് അവര് കളിക്കാൻ പോവാ. നമസ്കാരം ഉണ്ട്. അപ്പൊ ഇന്നൊരു വർക്ക് ഉണ്ട്, അതിനുവേണ്ടി പോവാണ്. നിങ്ങളും കൂടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നാട്ടിലോട്ടാണ് പോകുന്നത്. ഭയങ്കര എന്താ പറയാ, ഒരു നാട്ടിൻപുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. എന്റെ കസിന്റെ എൻഗേജ്മെന്റ് ആണ്, ഞാനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഉണ്ടാവും എന്തോ എനിക്കറിയാൻ മേല. പക്ഷെ എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ പോവാനൊന്നും ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ജോലിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ. പക്ഷെ ഇഷ്ടമാണ് കേട്ടോ ചെയ്യാന്, അതാണ് മെയിൻലി. അത് കാരണം രാത്രി ഒന്നും ഉറങ്ങാറില്ല, കാരണം രാവിലെ എണീക്കൂല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം. ആരോ പിക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മേലെയാണ് തോന്നുന്നുണ്ട്. ഇവിടെയാണ് എൻ്റെ നാട്. ഒരു ശരാശരി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ, അതായത് ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അവസ്ഥയാണ് കഴിച്ചത്. അതെ, കയ്യിൽ കഴുത്തിലും ലൈറ്റ്, ട്രോളി, ബാഗ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ്. ഞാൻ അമ്മയുടെ വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വർക്കിന് രാത്രി നാളെ പുലർച്ചെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആൾ ഇവിടെ വന്നിട്ട് റെഡി ആയിട്ട് പോകാനാണ് പ്ലാന്. ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്, കാണിച്ചു തരാം കേട്ടോ. ഇതേ ടേബിൾ നിരത്തിട്ടൊക്കെ നോക്ക്, അമ്മമ്മയുടെ കലാവിരുതാണ്. ക്യോണ് ആട്ടാന തോന്നുന്നുണ്ട്, വെളിച്ചെണ്ണ ഉണ്ടാക്കാനാണ്. താഴെയുണ്ട്, മുകളിലും ഉണ്ട്. അപ്പം ഞാൻ ഈ പെട്ടി പൊട്ടിക്കാൻ നിൽക്കുകയായിരുന്നു. സോറി, പെട്ടി പൊട്ടിക്കല്ല, പെട്ടി ഓപ്പൺ ആക്കിയിട്ട് ഇതിലെൻ്റെ ലാപ്പ് ഉണ്ട്. അപ്പം അതൊന്ന് പുറത്തേക്ക് എടുക്കണം. എല്ലാം കൂടി ഏറ്റ് വരാൻ പറ്റാത്തതുകൊണ്ട് ഇതിലാണ് ഞാൻ ലാപ്പ് വെച്ചത്. ലാപ്പ് എനിക്കിതിൽ വയ്ക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് മൺഡേ വർക്ക് ഫ്രം ഹോമാണ്, ഇന്ന് ലീവ് എടുത്ത്. അപ്പോൾ എന്തായാലും എനിക്ക് ലാപ്പ് എടുത്തേ പറ്റത്തുള്ളൂ അവിടെ നിന്ന്. അപ്പോൾ കണ്ട, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ലാപ്പ് കൊടുത്തിട്ടുള്ളത്. സാറ് കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയണോ? കുഴപ്പമൊന്നുമില്ല. കണ്ട, സെക്യൂർഡായിട്ടാണ് ഈ സാധനത്തിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ. ഇത് ഫുള്ള് ബ്രഷാണ്, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ. അങ്ങനെ ഇതാണ് എൻ്റെ ആയുധങ്ങൾ. പിന്നെ ഞാനൊരു സാധനം കൂടെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. ഇത് സ്പാ ചെയ്യാനാണ് ഹെയർ. ഒരു 600 രൂപ തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ്. നമുക്ക് വീട്ടിൽ തന്നെ സ്പാ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനെപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യും ഹെയർ, ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട് മുടിയുടെ സകലമാന പണി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് സ്പാ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നോളും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതും കൂടെ ഏറ്റിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ചായി എൻ്റെ കയ്യിൽ. എനിക്കങ്ങനെ യൂസ് ചെയ്തിട്ട് ഹെയർ ഫോളൊന്നും വന്നിട്ടില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സലൂണിലൊക്കെ പോയിട്ട് 1500 രൂപ കൊടുത്ത് ചെയ്യണമെങ്കാട്ടും ബെറ്റർ ഇതായിരിക്കും. ഇനി വേഗം പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് വേണം ബ്രൈഡിൻ്റെ വീട്ടിൽ പോകാൻ. അവിടെ നമ്മുടെ ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാം, ആളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അത് കാരണം കൊണ്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. നേരിട്ട് പോയിട്ട് വേണം ചോദിക്കാൻ. പിന്നെ പൊതുവെ എനിക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്താ പറയുക, ഇവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒരു ഓളായിരിക്കും. അപ്പോൾ മെയിൻലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വൈകുന്നേരത്തൊക്കെ നല്ല രസമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി എൻ്റെ ഡ്രസ്സ് അടിക്കാനുണ്ട്. ഡ്രസ്സ് അടിക്കണമെങ്കിൽ കത്രിക എൻ്റെ അനിയത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. കാരണം ഇവിടെ കത്രിക ഇല്ല. അങ്ങനെ ഷേപ്പാക്കാനുണ്ട്. ആക്ച്വലി ഞാനൊരു തയ്യൽക്കാരും കൂടിയാണ്. ഒരു കാര്യത്തിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ല കേട്ടോ. അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാൻ പറ്റും. നമുക്ക് കൂടുതലും പൈസ ചിലവാക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രസ്സുകൾ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ പൊതുവേ ഗേൾസ്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുളിയായിട്ട് കാണാം. ഗൈസ്, നമ്മൾ
ദേ ഈ കുന്നിന്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. ഉണ്ണിമോളാണ് ഫസ്റ്റ് കയറണത്. ഈ കയറ് പിടിച്ചിട്ടാട്ടോ അവള് കയറാൻ പോണേ. പണ്ട് ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വീട് പണിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് അതെല്ലാം അവർ കളഞ്ഞു. അവിടെ മാങ്ങുണ്ട്, കുറച്ച് പോയോ. ഇനി അടുത്തത് ഞാനാണ്. ഞാൻ കേറിയിട്ട് വരാം. അപ്പൊ ആ വീട്ടിലെ ആൾക്കാർക്കൊക്കെ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റെപ്പ് പോയി, നമ്മൾ അത് കാരണം കയറിട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ മുകളില് നമുക്ക് സ്ഥലമുണ്ട്, അതുപോലെ തന്നെ മാവും ഒക്കെ ഉണ്ട്. എന്താ നീ കാണിക്കുന്നേ? അവിടെ ഒരാള് മിക്രസ് കാണിക്കുന്നു. ഹായ് ഗായ്സ്. അപ്പൊ ഇവിടെ ഫുള്ള് വഴുക്കല. അപ്പൊ ഇനി ഇത് കേറാണ്. കയറ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ നടും പോവും, എല്ലാം പോവും. സംഭവം എന്താ പറയുക, ഇവിടെ വഴുക്കാണ്. ചെകിടിമണ്ണാണ്, ചെകിടിമണ്ണ് അങ്ങനെ തന്നെ പറയാ തോന്നുന്നുണ്ട്. നമ്മള് അവിടെ ഏർമാടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പോയോ? ഏർമാടൊന്നും ഇല്ല. വരൂ ഗൈസ്, നമുക്ക് ഒന്ന് കയറി നോക്കാം. അതെ, ഇവിടെ മുകളില് നിറയെ മാവും കശുവണ്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പണ്ടൊക്കെ ഞങ്ങള് അതൊക്കെ പറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പൊ ഒന്നും അങ്ങനെ വരാറില്ല. ഇനി ചിലപ്പോ ഇവിടെ ഉള്ള ആൾക്കാർ വരുമായിരിക്കും. ഞങ്ങളൊക്കെ ഇപ്പൊ വെക്കേഷന്, നമുക്ക് അങ്ങനെ വെക്കേഷൻ ഒന്നും ഇല്ലല്ലോ, എല്ലാം തീർന്നല്ലോ. ജോലിക്ക് കയറിയതിനു ശേഷം എന്ത് വെക്കേഷൻ? കണ്ടില്ലൊരു ദിവസം വീട് കണ്ടു കഴിഞ്ഞാൽ കണ്ട് പിന്നെ എങ്ങനെ മാമന്റെ വീട് കാണും, അതായത് നമ്മുടെ വീട്. അവിടെ മുകളിൽ ഫുള്ള് മാങ്ങുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പരിപാടി ഉണ്ടെന്ന്, നിശ്ചയം. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ വേണ്ടിയിട്ട് പിള്ളേർ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ ഞാൻ വന്ന ടൈം ആയ കാരണം കൊണ്ട് ക്ഷീണിച്ചവിടെ കിടന്ന്, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇപ്പൊ അവരെല്ലാരും അവിടെ, ഞാനും ഇവളും മാത്രം ഈ കാട്ടിൽ നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഇതേ സൊള്ളി നിൽക്കുന്നു ഗൈസ്. അപ്പൊ ഞങ്ങള് കല്യാണ വീട്ടിൽ പോവാണ്. നമുക്ക് അവിടെ തിരി കാണാം. നമ്മൾ ചിലപ്പോ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ഹാങ് ഔട്ടൊക്കെ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടല്ല. മേമയുടെ വകയാണ് ഇപ്പൊ ഫുള്ള് ചെലവ്. നോക്കാം. അപ്പൊ ഇറങ്ങിക്കൊമ്പി അതെ അവിടെ നിക്കുന്നുണ്ട്. ഞങ്ങളെ കാത്തു നിക്കുന്നു. ഗൈസ്, നമ്മൾ പോവുകയാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി വീഴും കാര്യത്തിലാണ് സംശയം. വന്നേ പെണ്ണ് വന്നേ. ഹായ് പറയൂ. ഓൾമോസ്റ്റ് സെറ്റ് ഗൈസ്. ഇതാട്ടോ നാളെ എൻഗേജ്മെന്റിന്റെ ഫസ്റ്റ് ലുക്ക്. അതെ, ഇത് ഇട്ടിട്ട് നമുക്ക് നാളെ കാണാം. അതെ, ഇയാളാണത് എടുത്തെന്നൊക്കെ പറയണത്. സെലക്ട് അപ്പൊ ആരെ സെലക്ട് ചെയ്ത്? അത് ശരി. കണ്ട എല്ലാരും കിളി പോയ ആൾക്കാർ, അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഗൈസ്, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇതാണ് എന്റെ അമ്മ. ഞങ്ങളോട് പറയാണ്ട് കല്യാണ വീട്ടില് ഓടി എത്തിയിരിക്കുകയാണ്. ഒന്ന് പറയാ ഇവിടെ എത്തിയിട്ടുണ്ടൊക്കെ. ഇവിടെ കല്യാണ പരിപാടിയാണ് ഗൈസ്. ഇവിടെ ഓരോരുത്തരും ഓരോ പണിയിലാണ് ഗൈസ്. അതെ, കല്യാണ പെണ്ണിന്റെ അമ്മ. എന്താ ഉണ്ടാക്കണേ? ചായയാണോ? എവിടെയാണ് ഫുഡ് കൊടുക്കുന്നത്? അതെ, അവിടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇതാണ് കല്യാണ പെണ്ണിന്റെ അനിയൻ. എന്താണ് നിനക്ക് പറയാനുള്ളത് ഈ സാഹചര്യത്തില്? പറ. ഇപ്പൊ എന്താ ചെയ്യണേ? ഓടി നടക്കാണ്. ഞാൻ മറ്റേ കർണാടകയില് കണ്ടിട്ടുള്ള ഈ പരിപാടി. ഇതെന്തിനാടാ? എന്നാ പിന്നെ രണ്ട് വാഴയുടെ ഇതുകൂടെ വെക്കി. മഴ പെയ്യാണ്ട് മഴ പെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് വെക്കുന്നതാണ് അത്രേ. പക്ഷെ അത് മറ്റേത് എങ്ങനെയല്ലേ വെക്കുക? ഇതെന്താണത്? അറിയില്ല. അതിനതോ അവിടെ നിങ്ങള് രണ്ടാണോ പണി ചെയ്ത
ഗൈസ് ഞങ്ങള് അരപ്പട്ട മേടിക്കാൻ പോവാണ്, പിന്നെ ചായ കുടിക്കണം. ഇയാളാണ് ഡ്രൈവർ. എന്താ പറഞ്ഞോ? ഇവിടുന്നാണ് ഗൈസ് നമ്മള് റെന്റൽ എടുക്കാൻ പോകുന്നത്. അതല്ല നോക്കിട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകുന്ന ഞാൻ നോക്കിട്ട് കമ്മൽ നോക്കിട്ട് വരാം. ഇതെങ്ങനെയുണ്ട്? കമ്മൽ നോക്കാണ്. ഗൈസ് അലുവയും മത്തിക്കറിയും പോലെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് തിരിപ്പിക്കാം. പോണം. കുറെ കാലത്തിന് ശേഷം ഞാനൊരു മാല മേടിച്ചു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. യെസ്, ചായ കുടിക്കാൻ. ആരാ മേടിച്ചിരുന്നു? ചേച്ചി. ആ അതെ, ചായ കുടിക്കാം. താങ്ക് യു. നല്ല കിടപ്പുണ്ടല്ലോ. എനിക്കത്തെ കിടപ്പം പറ്റില്ല, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഈ കിടപ്പ് കുഴപ്പമില്ല. മഴയാണ് ഗൈസ്, ഞങ്ങൾ എങ്ങനെ പോവും? അവിടെ കല്യാണ വീട്ടിലെ ആൾക്കാരും ബഹളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ചായയും കുടിച്ച് മഴയും കൊണ്ടിരിക്കുക. അതിസാഹസികമായി നമ്മൾ പോവുകയാണ് ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ നിർത്തൂല. വരൂ ഗൈസ്, നമുക്ക് ഫുഡ് കഴിക്കാം. അവസാനം ഇരുന്നപ്പോ എല്ലാം കഴിഞ്ഞ് പപ്പടമൊക്കെ പൊടി ആയിട്ട് കിട്ടിയത്. എന്താ പറയാ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. വീരനാട്യാണോ? നല്ല കളിയുണ്ട്. പിള്ളേരൊക്കെ പേടിച്ചു ഗൈസ്. ഇതെന്താ ഈ ഡ്രസ്സില്? ഞങ്ങള് ഡാൻസ് കഴിഞ്ഞിട്ട് വന്നതാ. കലവറ. എക്സൈറ്റഡ് ആണോ? പറ, പോവല്ലേ? ഇല്ലല്ലാണ്ട് നാളത്തെ കാര്യം ആലോചിച്ച പേടിയുണ്ടോ? മേക്കപ്പ് കൊള്ളാവോന്ന് പേടിയുണ്ടോ? അത് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരില്ല കേട്ടോ. ചേട്ടൻ എന്ത് പറയുന്നു? സുഖം. വിളിച്ചോ? ഇല്ല, വിളിക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റ് പെണ്ണ് ഗൈസ്. ഓക്കെ, അപ്പൊ നാളെ കാണാം. നാളെ ഈ ഒരു ലുക്ക് തന്നെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ആള് മാറ്റി കുഴപ്പമുണ്ടോ? അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഗൈസ് ആരെ കളിക്കാൻ പോവാ. ഹായ് ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഇങ്ങനെയാണ് യൂഷ്വലി നടക്കാറുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരത്തെ എണീക്കണം, ഒരു 3:30, കാരണം നാളെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് വീട്ടിലോട്ട്, ബാക്കി എല്ലാവരും അവിടെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.